എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു 3-4 ദിവസമായി. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുറച്ച് ദിവസം എൻ്റെ ഫാമിലിക്ക് ഫ്രണ്ട്സിനായിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. കാരണം ഞാൻ മിക്കപ്പോഴും ഇവിടെ സ്ഥലം കാണത്തില്ല. അപ്പോൾ അവരൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയൊക്കെ പോയതാണ്. അതാണ് വീഡിയോ ഒന്നും എടുക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈയിടെ LHB ആയ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ 2 റേക്കും LHB ആയിട്ട് ഇപ്പോൾ രണ്ട് ദിവസം ആയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇൻട്രോ എടുക്കാൻ കാര്യം, എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കുഞ്ഞനിയൻ, ആ അനിയൻ്റെ പേര് യാദവ് എന്നാണ്, കാസർഗോഡുള്ളതാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞനിയൻ എനിക്കൊരു കത്ത് അയച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ കത്ത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിപ്പോയി. ഈ കാലത്തൊക്കെ ആരും കത്ത് അയക്കാനോ, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ സുഖവിവരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് കത്ത് അയക്കത്തുള്ളൂ. അല്ലാണ്ട് അയക്കുന്നതൊക്കെ ഓക്കെ. പക്ഷേ ഈ കാലത്ത് ഒരാൾക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് കത്ത് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഈ കാലത്തൊക്കെ എല്ലാവരും മെസ്സേജ് അയക്കാനും മെയിലൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞനിയൻ എഴുതിയിരിക്കുന്നത്, പ്രിയപ്പെട്ട അഭിജിത്ത് ചേട്ടന്, ഞാൻ ചേട്ടൻ്റെ വീഡിയോകൾ എല്ലാം കാണാറുണ്ട്. ചേട്ടൻ്റെ വീഡിയോയും ഞാൻ കാണാറുണ്ട്. സുഹിത്തേട്ടൻ്റെ വീഡിയോ കാണാറുണ്ട്. എനിക്ക് 2 പേരുടെയും വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പുതിയ വീഡിയോയിൽ എന്നെ പറയണം ഇങ്ങനെ കത്ത് അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ യാദവ് എനിക്ക് കത്ത് അയച്ചിട്ടുണ്ടെന്ന് വീഡിയോയിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ യാദവ് അയച്ച കത്താണിത് കേട്ടോ. ഒരു നോട്ട്ബുക്കിൻ്റെ ഏതോ ഒരു പേപ്പറിൽ യാദവ് എനിക്ക് അയച്ച കത്താണ്. എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു കത്ത് കണ്ടപ്പം. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോഴാണ് കത്ത് വന്നത്. അപ്പോൾ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും അന്വേഷണം പറഞ്ഞു എഴുതിയിട്ടുണ്ട്. യാദവിൻ്റെ അമ്മയും എഴുതിയിട്ടുണ്ട്. ദീപ എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പോൾ എൻ്റെ മകൻ നിങ്ങളുടെ വലിയ ഫാനാണ്, എല്ലാ വീഡിയോസും കാണാറുണ്ട്. കുറേ നാളായി മോൻ പറയുന്നൊരു കത്ത് അയക്കണമെന്ന്, ഇനിയും നല്ല വീഡിയോസുകൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞ അമ്മയും എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ. അപ്പോൾ അമ്മയ്ക്കും യാദവിനും ഒരുപാട് നന്ദി. നമ്മുടെയൊക്കെ വീഡിയോസ് കണ്ട് ആൾക്കാർക്ക് ഇത്ര നമ്മളോടൊക്കെ ഇഷ്ടം തോന്നുന്നതിന്. എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ ഇന്നലെയാണ് മെസ്സേജ് കാണുന്നത് ഫേസ്ബുക്കിൽ. അപ്പോൾ ഒരുപാട് നന്ദി. ഇത് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. സമയം ഇപ്പോൾ രാവിലെ 5 മണി. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി വരുന്നത് ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 5-ൽ പുറപ്പെടാൻ വേണ്ടി റെഡിയായി കിടക്കുന്ന വഞ്ചിനാട് എക്സ്പ്രസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ 4-ൽ നമ്മുടെ ഇൻ്റർസിറ്റി വരും. ഒരു 5:15 5:20 ആകുമ്പോൾ എത്തും വണ്ടി. 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റാണ് കിടക്കുന്നത്. ഇപ്പുറത്ത് വഞ്ചിനാട്. ഗുരുവായൂർ ഇൻ്റർസിറ്റി LHB ആയപ്പോഴും ഇതിന് WAP4 ലോക്കാണ് കൊടുക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ വണ്ടി കയറിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതുപുത്തൻ LHB ആയ നമ്മുടെ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി, അഥവാ ട്രിച്ചി ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മുന്നിലെല്ലാം ഫുള്ള് റെഡ് കളറിലെ ജനറൽ കോച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റേക്കിൽ ഫുള്ള് ഇതേപോലെ നീല കളറാണ്, ഇടയ്ക്ക് റെഡും ഉണ്ട്. പക്ഷേ ഒരു റേക്കിൽ ഇതേപോലെ ഫുള്ള് റെഡ് കളറാണ് കേട്ടോ. സാധാരണ നമ്മുടെ ജനറൽ കോച്ചില്ല അതേപോലത്തെ. ചില കോച്ചുകളൊക്കെ പുതിയതാണ്. ഇപ്പം ഞാൻ വന്ന കുറച്ച് പഴയതായിരുന്നു, പക്ഷേ ഇത് പുതിയതാണ് കേട്ടോ. നൈസ് കോച്ച്. ഇത് ഈ ജനറൽ കോച്ച് വരെ വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ് ഉണ്ട്. ഒരാൾക്ക് തൂർത്തിയത് നോക്കി. ഈ വണ്ടി LHB ആയ പിന്നെ ഇതിന് 4 സെക്കൻഡ് സിറ്റിങ്ങും ഒരു AC ചെയർക്കാറാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ബാക്കി എല്ലാം ജനറലാണ്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ AC ചെയർക്കാർ കേട്ടോ. നല്ല പുതുപുത്തൻ കോച്ചാണ്. 2025 ഉണ്ടാക്കിയ നല്ല കിട്ടില്ല കോച്ച്. വയ്ക്കാൻ ഓൾമോസ്റ്റ് എല്ലാം ഇതിൻ്റെ 2025 ഉണ്ടാക്കിയ കോച്ച് കേട്ടോ. അപ്പോൾ ഇത് AC ചെയർക്കാറിനപ്പുറം ഇതിൻ്റെ സെക്കൻഡ് സിറ്റിങ്. 5:35 ആയപ്പോഴേക്കും നമ്മുടെ ഇൻ്റർസിറ്റി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇത് ആലപ്പുഴ വഴി പോകുന്ന വണ്ടിയാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആലപ്പുഴ വഴി നമ്മുടെ കോട്ടയം വഴിയുള്ള വഞ്ചിനാട് എക്സ്പ്രസ്സിന് പാരലായിട്ട് പോകുന്നൊരു അടിപൊളി ഫേമസ് ഇൻ്റർസിറ്റി വണ്ടിയാണ് ഈ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി. കഴിഞ്ഞ ഡിസംബറിൽ ഈ വണ്ടിയുടെ ഒരു റേക്ക് LHB ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ 2 റേക്ക് LHB ആയപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ 2-ാമത്തെ റേക്ക് LHB ആയിട്ടൊരു 2-3 ദിവസം ആയിട്ടുള്ളൂ. നല്ല അടിപൊളി റേക്കാണ് ഈ റേക്ക്. അതായത് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രിച്ചി ഡിവിഷനാണ്. ഈ വണ്ടി ട്രിച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരുന്ന ഇൻ്റർസിറ്റിയുടെ റേക്കാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന ഇൻ്റർസിറ്റി ആയിട്ട് വരുന്നത്. എന്നിട്ട് ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രം വരും. എന്നിട്ട് അവിടെ നിന്ന് ട്രിച്ചി പോകും. അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് ഈ WAP4 വരാൻ കാര്യം, ഈ ഗുരുവായൂർ ഈ ലോക്കോ തിരിക്കാൻ സ്ഥലമില്ല. ഗുരുവായൂർ രാത്രി 3 വണ്ടി വരും. ഒന്ന് മറ്റേ മധുരൈ ഗുരുവായൂർ, പിന്നെ ഈ എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ, പിന്നെ ഇൻ്റർസിറ്റി ട്രിവാൻഡ്രം ഗുരുവായൂർ ഇൻ്റർസിറ്റി. അപ്പം ആദ്യം വിടുന്നത് ഈ വണ്ടിയാണ്.
അപ്പോൾ ഈ വണ്ടി ആദ്യം വിടുന്നതുകൊണ്ട് ഇതിന് വന്ന ലോക്കോനെ തിരിച്ച് വിടാൻ പറ്റത്തില്ല. കാരണം അവിടെ ആകെ 3 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അപ്പോൾ വേറെ എക്സ്ട്രാ ലൈനില്ല. അപ്പോൾ അത് പണിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിക്ക് കൊടുക്കുന്ന ലോക്കോ തലേദിവസം വന്ന എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിൻ്റെ ലോക്കോ ആണ്. അപ്പോൾ അതാണ് ഈ വണ്ടിക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് WP4 പോകുന്നത്. ഇപ്പോഴും WP7 ഇവിടെ എറണാകുളത്ത് നിന്ന് കൊടുത്താൽ ഇതിന് WP7 വരും, അല്ലെങ്കിൽ WP4 ഗുരുവായൂർ വേറെ ലൈൻ വരുന്നവരെ ഈ ലോക്കോയാണ്. കോച്ചുകളെല്ലാം നല്ല കിടിലൻ കോച്ചുകളാണ്. എല്ലാം നമ്മുടെ ചെന്നൈ ICF ഉണ്ടാക്കുന്ന സാധനമാണ്. നല്ല കിടിലൻ സാധനമാണ്. അപ്പോൾ കോച്ചിനകത്ത് കാണിക്കാൻ എനിക്ക് കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അവരുടെ പെർമിഷൻ അതൊന്നും എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം കാണിക്കാൻ നോക്കാം. എന്നാലും കുറച്ച് ഇതുണ്ടാവും. നമ്മളിവിടെ എറണാകുളം കഴിഞ്ഞിട്ട് കുമ്പളം സ്റ്റേഷനിൽ കണ്ട് ഒതുക്കുവാണ്. ഇത് സിംഗിൾ ലൈനല്ലേ, നമ്മുടെ ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അത് 2 മണിക്കൂറെന്തോ ലേറ്റാണ്. അപ്പോൾ അത് വന്നിട്ട് ഇത് പോകത്തുള്ളൂ. ഒന്ന് നേരം വിളക്കട്ടെ, അപ്പോൾ ഞാൻ ശരിക്കും കാണിക്കാം. എനിക്ക് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ ഈ ഇൻ്റർസിറ്റിക്ക് പോകാനായിട്ട് 85 രൂപയാണ് കേട്ടോ ജനറൽ ടിക്കറ്റ് എടുത്തത്. എന്താ ഒരു തിളക്കം നോക്കി, നല്ല തിളക്കം. ഈ വണ്ടിക്ക് ആകെ 18 കോച്ചേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു റേക്കാണ്, അധികം വലിപ്പമൊന്നുമില്ല, 18 കോച്ചേ ഉള്ളൂ. അടുത്ത അർജൻറ്റായിട്ട് LHB വേണ്ട ഒരു വണ്ടിയാണ് ഇപ്പോൾ പോയത്, ചെന്നൈ ഗുരുവായൂർ. അതിനി എപ്പോൾ കിട്ടുമെന്നോ. അതിൻ്റെ കോച്ചൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി. എറണാകുളം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻ്റർസിറ്റിയുടെ അടുത്ത സ്റ്റോപ്പ് തുറവൂർ സ്റ്റേഷനിലാണ് കേട്ടോ. തുറവൂർ കഴിഞ്ഞാൽ പിന്നെ ചേർത്തല, മാരാരിക്കുളം, ആലപ്പുഴ, അമ്പലപ്പുഴ അങ്ങനെ സ്റ്റോപ്പുകൾ ഇറക്കുകയാണ്. പക്ഷേ ഇതൊരു കിടിലൻ വണ്ടിയാണ് കേട്ടോ. ഭയങ്കര ഡിമാൻഡും ഭയങ്കര വേഗത പോകുന്നൊരു വണ്ടി കൂടെയാണ് ഈ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി. ഇത് ഓഫീസ് ടൈമിൽ പോകുന്ന വണ്ടി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല തിരക്കാണ് കേട്ടോ. ഇത് നോക്കിയാൽ തുറവൂർ സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കി കയറാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ചേർത്തല എത്തി. ചേർത്തല കഴിഞ്ഞാൽ പിന്നെ ഒരു മാരാരിക്കുളം, അത് കഴിഞ്ഞ് ആലപ്പുഴ. ഇതിലിരിക്കാൻ സീറ്റൊന്നുമില്ല കേട്ടോ, ഫുള്ളാണല്ലോ. ഞാനാണ് ഇരിക്കണേ. അടുത്ത സ്റ്റേഷനായ മാരാരിക്കുളത്ത് ആലപ്പുഴ ധർമ്മത കിടപ്പുണ്ട് ക്രോസിങ്ങിന് വേണ്ടി കേട്ടോ. നമ്മളങ്ങനെ ചേർത്തലയിൽ നിന്ന് വിട്ട്. മാരാരിക്കുളത്ത് ക്രോസിങ്ങിനായിട്ട് ആലപ്പുഴ ധർമ്മത കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മാരാരിക്കുളത്തിൽ ഇപ്പോൾ വണ്ടി എടുത്ത് വേഗം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആലപ്പുഴ. ഇൻ്റർസിറ്റി ഇപ്പോൾ ഓടുന്നത് ഒരു 20 മിനിറ്റ് ലേറ്റോടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തുന്ന. ആലപ്പുഴ ഇപ്പോൾ സമയം 6:45 രാവിലെ. ആലപ്പുഴയിൽ ഏറനാട് എക്സ്പ്രസ് കിടപ്പുണ്ട് കേട്ടോ നമുക്ക് ക്രോസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും.
ഏറനാട് കിടക്കുന്ന ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് കേട്ടോ. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ ഒരു മെമു ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് ഏറനാടിൻ്റെ കയറ്റിയത്. നമ്മൾ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ. ഇത് 7:25 ഇവിടെ നിന്ന് പോകുന്ന ആലപ്പുഴ എറണാകുളം മെമു ആണ് കേട്ടോ. ശരിക്കും അമ്പലപ്പുഴയിൽ ഈ എറണാകുളം വരെയുള്ള സെക്ഷൻ ഡബിൾ ലൈൻ ആയാൽ എല്ലാമായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകും. ഈ സിംഗിൾ ലൈൻ ആയിട്ടാണ് ഈ ചില വണ്ടികളൊക്കെ നല്ല ലേറ്റ് ആവും അറിയോ. അങ്ങനെ സിംഗിൾ ലൈനിൽ നിന്ന് മോചനം നമ്മളിപ്പോൾ ഡബിൾ ലൈനിൽ കയറിയിരിക്കുകയാണ്. നമ്മളങ്ങനെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ കയറുകയാണ്. ഇവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അമ്പലപ്പുഴ കയറി നമ്മളിത് ഫുള്ള് പറപ്പിക്കലായിരിക്കും. ഈ സാധനത്തിന് P7 വേണമെന്നില്ല കേട്ടോ. P4 മതി. നല്ല കീട്ടിലും പറപ്പിക്കലാണ്. കോച്ചിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഉണ്ടല്ലോ, അതായത് ജനറലിൻ്റെയും പിന്നെ സെക്കൻഡ് സിറ്റിങ്ങിൻ്റെയും AC-യുടെ ഒക്കെ ഇൻറ്റീരിയർ ഞാൻ ട്രിവാൻഡ്രം എത്തിയിട്ട് കാണിക്കാം. അതാകുമ്പോൾ സമാധാനമായിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് നല്ല വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കല്ല കേട്ടോ. നമ്മളിപ്പോൾ ഹരിപ്പാട് സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹരിപ്പാട് ഇത് പിന്നെ കായംകുളത്ത് വെച്ചിട്ട് പാരലായിട്ട് വഞ്ചിരാണ്ട് കയറി വരുമെന്ന് അറിയത്തില്ല. നോക്കാം എന്തായാലും. നിങ്ങളിപ്പോൾ കണ്ടത് വേണാട് എക്സ്പ്രസ് ആണ്. അതിൻ്റെ ലോക്കോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അത് റോയപുരം ഷെഡിൻ്റെ ഈ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറക്കിയ ഒരു കിടിലെ ലോക്കോ ആണ്. അത് കുറേ ലിവറിയൊക്കെ അടിച്ചിട്ടൊരു സെറ്റ് ലോക്കോ ആണ്. 37069 എന്നാണ് ആ ലോക്കോയുടെ നമ്പർ. അപ്പോൾ ആ ലോക്കോ ആയിരുന്നു വേണാടിൻ്റെ കൂടെ.
നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി എത്തി കേട്ടോ. ഇനിയിപ്പോൾ കരുനാഗപ്പള്ളി വരെ പിന്നെ ഇതിൻ്റെ ശാസ്താംകോട്ട സ്റ്റോപ്പില്ല. വഞ്ചിനാടിന് മാത്രമേ ഉള്ളൂ ശാസ്താംകോട്ട സ്റ്റോപ്പ്. ഇതിന് ശാസ്താംകോട്ട സ്കിപ്പാണ്. മൺട്രോത്തുരുത്ത് സ്റ്റോപ്പുണ്ട് കേട്ടോ. മൺട്രോത്തുരുത്ത് കൊല്ലം. കരുനാഗപ്പള്ളി ആയപ്പോൾ നല്ല തിരക്ക് കയറിയിട്ടുണ്ട്, നല്ല ആൾ കയറിയിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പുറത്തെ ഡോറിലൂടെ ഇരിക്കുകയാണ്. ഇരിക്കാനൊന്നും സ്ഥലമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ ഈ ഇൻ്റർസിറ്റിക്ക് ശാസ്താംകോട്ട സ്റ്റോപ്പില്ല, പക്ഷേ മൺട്രോത്തുരുത്തിൽ സ്റ്റോപ്പുണ്ട്. അപ്പോൾ മൺട്രോത്തുരുത്ത് നിർത്തുവാണ്. ഇവിടെ ഇപ്പോൾ മറ്റേ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? ഇതുകൊണ്ടേക്ക് അടിപൊളിയാക്കി ഇപ്പോൾ സ്റ്റേഷനൊക്കെ. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇതെന്തോ അണ്ടർപാസോ FOB ഏതാണ് പണിയാണ് കേട്ടോ. കണ്ടാ ഇതിൻ്റെ ടൈമിങ് ഒരു രക്ഷയില്ല. അത് ആ ടൈമിങ് കാരണമാണ് ഈ വണ്ടി ഇത്രയും തിരക്ക്. അതുമല്ല ഈ രാവിലെ ഈ ഓഫീസ് ജോലിക്കാരൊക്കെ പോകുന്ന വണ്ടികളാണെങ്കിൽ ഇപ്പോൾ അവർ സ്ഥിരമായിട്ട് പോകുന്ന വണ്ടികളാണെങ്കിൽ അതിൽ മാത്രം അവർ കയറത്തുള്ളൂ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പുറകിൽ വഞ്ചിനാടുണ്ട്, ഇതിന് മുന്നിൽ ജയന്തി, പിന്നെ മറ്റേ പുനലൂർ കന്യാകുമാരി, അങ്ങനെ കുറേ വണ്ടികളുണ്ട് ഈ ഒരു രാവിലത്തെ സമയത്ത്. പിന്നെ മറ്റേ മൈസൂർ കൊച്ചുള്ളി അതുമുണ്ട്. നമ്മുടെ ഇൻ്റർസിറ്റി അങ്ങനെ 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് കൊല്ലം ഔട്ടറിൽ വന്നു. കൊല്ലത്തിപ്പോൾ കയറും സ്റ്റേഷനിൽ. കാണുന്നതെല്ലാം നമ്മുടെ ലെജൻഡറി വണ്ടികളാണ്. അതുകൊണ്ട് ശബരി എക്സ്പ്രസ് പോകുന്നു, ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. കൊല്ലത്ത് പയ്യെ കയറുന്നുണ്ട്. എനിക്ക് തോന്നി ഇവിടെ എന്തോ ട്രാക്ക് വർക്ക് ഒന്ന് നടക്കുന്നുണ്ട്. വളരെ പയ്യാണ് പ്ലാറ്റ്ഫോമിലൊക്കെ കയറുന്നത്. നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ മറ്റേ പുനലൂർ കന്യാകുമാരി പാസഞ്ചർ പോയുണ്ട്. ഔട്ടറിൽ ഒരു 2-3 മിനിറ്റ് പിടിച്ചിട്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ ഇൻ്റർസിറ്റിയുടെ ഈ കോച്ച് ഉണ്ടോ, ഇത് ബുക്ക്ഡ് ടു SCR സെക്കന്ദരാബാദ്, സൗത്ത് സെൻട്രൽ റെയിൽവേക്ക് അലോട്ട് ചെയ്ത ഒരു കോച്ചാണ് കേട്ടോ. നമ്മുടെ ഇൻ്റർസിറ്റിക്ക് ഇനി മയ്യനാട്, പരവൂര്, വർക്കല, പേട്ട, ഈ 4 സ്റ്റോപ്പാണ് ഇനിയുള്ളത്. കൊല്ലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് മയ്യനാടാണ് കേട്ടോ. മയ്യനാട്, പിന്നെ പരവൂര്, വർക്കല. ഇത് ജസ്റ്റ് 2 പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു കുഞ്ഞ് സ്റ്റേഷനാണ് കേട്ടോ മയ്യനാട്. നമ്മുടെ ഇൻ്റർസിറ്റി അങ്ങനെ വർക്കല സ്റ്റേഷനിൽ കയറിയിരിക്കുകയാണ്. വർക്കലയിൽ നിന്ന് ഇനി പേട്ട വരെ നോൺ സ്റ്റോപ്പാണ്. അതിനിടയ്ക്ക് കഴക്കൂട്ടം, ചിറയൻകീഴൊന്നും ഇതിൽ സ്റ്റോപ്പില്ല കേട്ടോ. അവിടെ ഒന്നും സ്റ്റോപ്പില്ലാതെ നിർത്താതാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് പേട്ടയിലേ ഉള്ളൂ. വർക്കല സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നതാണ്ട.
ഇരുട്ടലായിരിക്കും കേട്ടോ, കാരണം ഈ ട്രിവാൻഡ്രമൊക്കെ എത്താറായില്ലേ, ഇനി ഇപ്പോൾ പയ്യെ അവിടെ ഇടയ്ക്ക് ചവിട്ടിയായിരിക്കും പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഇൻ്റർസിറ്റി കണ്ട് പേട്ട എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:34 കേട്ടോ. ഇവിടെ പേട്ടയിൽ വെച്ച് കുറേ ആൾക്കാർ ഇൻ്റർസിറ്റി ഇറങ്ങും. നമ്മുടെ ഇൻ്റർസിറ്റി ഇങ്ങനെ ഫൈനലി 9:40 ആയപ്പോൾ തന്നെയാണ് ട്രിവാൻഡ്രം സെൻട്രലിൽ കയറാൻ പോവാണ്. നമ്മളിവിടെ ട്രിവാൻഡ്രം സെൻട്രലിലെ പ്ലാറ്റ്ഫോം ഇൻ്റർസിറ്റി കയറുന്നത്. അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. ആളിറങ്ങിയിട്ട് AC ചേർക്കാർ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ AC ചേർക്കാറിൻ്റെ ഉൾവശം. കണ്ട നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് LSPയിൽ AC ചേർക്കാർ. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്ഥലമുണ്ട്, കാല് നീട്ടിയിരിക്കാം, നല്ല അടിപൊളി സീറ്റ്. ഇപ്പം വരുന്ന എല്ലാ LSP ട്രെയിനിലെയും ഇതുപോലെ AC ചേർക്കാർ നല്ല കിടിലൻ കോച്ചാണ് കേട്ടോ, നല്ല അടിപൊളി കുഷനും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി അല്ലെങ്കിൽ ട്രിച്ചി ഇൻ്റർസിറ്റിയിലെ LSP AC ചേർക്കാർ. എല്ലായിടത്തും ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരു കുറവുമില്ല കേട്ടോ, നമുക്കൊരു സീനും ഇല്ല. ഇവിടേക്കൊക്കെ സീറ്റ് കിട്ടുകയാണെങ്കിൽ നൈസായിരിക്കും. ഈ ഒരു 40, 41, 42 ഈ ഒരു ഭാഗത്തൊക്കെ. ഇത് നമ്മുടെ നോർമൽ സെക്കൻഡ് സീറ്റിങ്, നമ്മുടെ ജനശതാബ്ദിയിലൊക്കെ പോലത്തെ സെയിം കോച്ച് തന്നെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ റിസർവേഷൻ കോച്ച് ഈ ഗുരുവായൂർ ഇൻ്റർസിറ്റിയിലെ. ഈ വണ്ടിക്ക് 2 റേക്കുണ്ട്. ആ 2 റേക്കിൽ ഒരെണ്ണം ഇതേപോലെ അത്യാവശ്യം എല്ലാ കോച്ചും ഈ JS ടൈപ്പ് ജനശതാബ്ദി ടൈപ്പ് കോച്ചുകളാണ്, നീല കോച്ചുകളാണ്. ഒരെണ്ണം ഞാനിപ്പോൾ ഉള്ളത് റിസർവേഷൻ മാത്രമാണ് ഈ ഒരു നീല കളറുള്ളത്, ബാക്കിയെല്ലാം റെഡ് കളർ കോച്ചുകളാണ്. അതിങ്ങനെ ഓരോ റണ്ണ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ കോച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യും. ഇപ്പോൾ പുതിയതായിട്ട് LSP ആയ നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റിയുടെ കാഴ്ചകളാണെങ്കിൽ ഇപ്പോൾ കണ്ടത് ഭയങ്കര തിരക്കായിരുന്നു. അറിയാമല്ലോ, ഈ വണ്ടി അത്യാവശ്യം നല്ല തിരക്കുള്ള വണ്ടിയാണ്, കാരണം ഇവിടെ ഓഫീസ് ടൈമിന് എത്തുന്ന വണ്ടിയാണ്, നല്ല തിരക്കാണ്. ഇപ്പോഴാണ് ശ്വാസം കിട്ടിയത്. ഈ വണ്ടി 11:35 ആകുമ്പോൾ ഇനി തിരുച്ചിറപ്പള്ളിക്ക് പോകും. തിരുച്ചിറപ്പള്ളി ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് കേട്ടോ. ഇത് എക്സ്പ്രസ് ആയിരുന്നു, ട്രിച്ചി പോകുന്നത് ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റാണ്. ഇത് ജനറൽ കോച്ചിന് ഉൾവശമാണ് ഈ കാണുന്നത്. ജനറൽ കോച്ച് നല്ല പുതുപുത്തൻ ജനറൽ കോച്ചാണ്, 2025 ഉണ്ടാക്കിയ ജനറൽ കോച്ചാണ്, നല്ല മെയിൻറ്റെയിൻ ആണ്. ഈയിടെ LSP ആയതല്ലല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ആയിരിക്കും. ഇത് മറ്റേ ബർത്തുള്ള ടൈപ്പ് ജനറൽ കോച്ചാണ്. ഇപ്പോൾ ഇറങ്ങുന്നല്ല ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. നമുക്ക് ഇതിന് മുകളിൽ കിടക്കൊക്കെ ചെയ്യാം, ആൾക്കാരൊക്കെ കയറി ഇരിക്കും, കിടക്കൊക്കെ ചെയ്യും തിരക്കാകുമ്പോൾ, എന്തെങ്കിലും കൊള്ളാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇത് LSP ആയപ്പോൾ തന്നെ LSPയുടെ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ LSP വിശേഷങ്ങൾ. ഇനി എല്ലാ വണ്ടി ഇതുപോലെ LSP ആവട്ടെ. ഇനി LSP ആവാൻ മെയിനായിട്ടുള്ള നമ്മുടെ പരശുറാം, ഏറനാട് അങ്ങനത്തെ വണ്ടികളൊക്കെയാണ്. അതൊക്കെ ഏത് കാലത്ത് LSP ആവുമുണ്ടോ, എന്തായാലും ഉടനെ ആവുമായിരിക്കും, ഈ വർഷം എന്തായാലും ആവുമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.